പ്രമേഹ രോഗികൾക്ക് കരിക്കിൻ വെള്ളം കുടിക്കാമോ? ലോകമെമ്പാടുമുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രമേഹം. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഡയറ്റിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളതും ഭക്ഷണ കാര്യത്തിൽ തന്നെയാണ്. അത്തരത്തിലൊരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് കരിക്കിൻ വെള്ളം അഥവാ ഇളനീര് കുടിക്കാമോ എന്നുള്ളത്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പ്രകൃതിദത്തമായ ഒരു ശീതള പാനീയമാണ് ഇളനീർ. മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, വിറ്റാമിൻ സി, കാൽസ്യം, ഫൈബറുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഇളനീർ. പ്രമേഹ രോഗികൾക്ക് കരിക്കിൻ വെള്ളം കുടിക്കാം എന്നാണ് ന്യൂട്രീഷ്യനിസ്റ്റായ അമൃത ഗാദ്രെ പറയുന്നത്. പക്ഷേ ശരിയായ ഭക്ഷണക്രമത്തിലൂടെ മാത്രമേ ഇവ കുടിക്കാവൂ. 200 മില്ലി തേങ്ങാ വെള്ളത്തിൽ 40 മുതൽ 50 വരെ കലോറിയും 10 ഗ്രാം കാർബോഹൈഡ്രേറ്റുമുണ്ട്. കരിക്കിൻ വെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ പ്രോട്ടീന്റെയോ കൊഴുപ്പ് സമ്പന്നമായ ഭക്ഷണത്തിന്റെയോ ഒപ്പം മാത്രം ഇവ കുടിക്കാനാവുന്നതാവും. ഇതിനായി ഇളനീരിനൊപ്പം നിലക്കടല, ബദാം, വറുത്ത ചേന എന്നിവ കഴിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള വർധനവ് തടയാൻ സാധിക്കുമെന്നാണ് ന്യൂട്രീഷ്യനിസ്റ്റായ അമൃത ഗാദ്രെ പറയുന്നത്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ഇളനീർ കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ഇവ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇവ ഗുണം ചെയ്യും. ഇളനീരിൽ കൊളസ്ട്രോൾ ഒട്ടുമില്ല. തീർത്തും ഫാറ്റ് ഫ്രീ ആണ് ഇവ. കുറഞ്ഞ കലോറിയും സ്വാഭാവികമായ എൻസൈമുകളും ധാതുക്കളും ചേർന്ന ഈ പാനീയത്തിന് ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള ഗുണവുമുണ്ട്. അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മികച്ച പാനീയം കൂടിയാണിത്. ഭക്ഷണത്തിന് മുമ്പ് 1 ഗ്ലാസ് ഇളനീർ കുടിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ തടയും. ആന്റി ഓക്സൈഡുകളുടെയും വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും കലവറയായ ഇളനീർ ഗർഭിണികൾക്കും കുടിക്കാനാവുന്ന ഒരു പാനീയമാണ്. ക്ഷീണമകറ്റി ഉന്മേഷം നൽകുക മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇവ സഹായിക്കും. കായികാധ്വാനമുള്ള ജോലികൾ, വർക്കൗട്ടുകൾ എന്നിവയ്ക്ക് ശേഷം കുടിക്കാൻ ഏറ്റവും ഉത്തമമായ പാനീയമാണിത്. ഇളനീർ കുടിക്കുന്നത് നിർജ്ജലീകരണത്തെ തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്.